കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ദിവസം കഴിയുന്തോറും വളരെ വലിയ ചർച്ചകളും വിവാദങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മിക്ക മണ്ഡലങ്ങളിലും കേരളത്തിൽ 20% വോട്ട് വിഹിതം BJP ഉറപ്പിക്കും എന്നും 5ഓളം സീറ്റുകളിൽ BJP വിജയിച്ചു കയറുമെന്നും ഉറപ്പിച്ചു പറയുകയാണ് BJPയുടെ പ്രകാശ് ജാവദേക്കർ. ഇവിടെ ഉയർന്നു വരുന്നിട്ടുള്ള ഒരു കാര്യം, ഇങ്ങനെ ഇത്ര വലിയ ഒരു അഭിപ്രായം ഉറപ്പായി പറയണമെങ്കിൽ BJP CPM ഏതെങ്കിലും സ്ഥലത്ത് ഡീൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മുരളീധരൻ വലിയ വിമർശനം വടകരയിൽ തൃശൂർ മണ്ഡലത്തിൽ ഉന്നയിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, രണ്ട് മണ്ഡലങ്ങളിൽ, നിയമസഭാ മണ്ഡലങ്ങളിൽ, ലോക്സഭയിലെ 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ, ഗുരുവായൂരിലും നാട്ടികയിലും ഒക്കെ ഏതാണ്ട് ഇടതുപക്ഷം BJPക്ക് ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ മുരളീധരൻ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, അടിയൊഴുക്കുകൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വളരെ ദൃശ്യമായിരുന്നു എന്നുള്ളതാണ്. അത് BJPക്ക് എത്രമാത്രം ഗുണം ചെയ്യും എന്ന് കാത്തിരുന്ന് കാണുക എന്നുള്ളതാണ്. എന്തായാലും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തിൽ നിന്ന് അങ്ങനെ ഒരു അടിയൊഴുക്ക്, BJPയെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു അടിയൊഴുക്ക് നീക്കം ഉണ്ടാകണമെങ്കിൽ അതിന് പിന്നുള്ള ഘടകങ്ങളും പരിശോധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു നീക്കം ഒരു കാരണവശാലും ഇടതുപക്ഷത്തിൽ നിന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. എന്തായാലും BJP 5 സീറ്റുകൾ ഉറപ്പിച്ചു വിജയിച്ചു കയറും എന്ന് പറയുമ്പോൾ പലരും അങ്കലാപ്പിലാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJPക്ക് 5 സീറ്റിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച് കയറാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു വിശകലനത്തിന് ഒരിക്കലും സാധ്യമല്ല തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ വിശകലനം ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ. എന്നാൽ 2 സീറ്റുകൾ തീർച്ചയായിട്ടും വളരെ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. തിരുവനന്തപുരവും തൃശ്ശൂരും. ആര് വിജയിക്കും ആര് തോൽക്കും എന്ന് പോലും പറയാൻ കഴിയാത്ത അത്ര വളരെ വലിയ മത്സരമാണ്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം തീരദേശ പ്രദേശത്തെ വോട്ടുകൾ നിർണായകമായി മാറുന്നു എന്നുള്ളതാണ്. അത് ശശി തരൂരിന് അനുകൂലമായി കിട്ടാമെന്നുള്ളതാണ്. അതേസമയം തന്നെ അവിടെ ഷൈൻ എന്ന് പറയുന്ന ഒരു വിമത സ്ഥാനാർത്ഥി മത്സരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പിടിക്കുന്ന വോട്ടുകൾ തീർച്ചയായിട്ടും ശശി തരൂരിനെതിരായി വരുന്ന വോട്ടുകളാണ്, അല്ലെങ്കിൽ ശശി തരൂരിന് അനുകൂലമായിട്ട് വരുന്ന വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചു മാറ്റുന്നത്. അത് കോൺഗ്രസിന് എതിരായി മാറുന്നു എന്നുള്ളതാണ്. എന്നാൽ സിറ്റിയിലെ പല പ്രദേശങ്ങളിലും യുവാക്കളും അതുപോലെ തന്നെ ടെക്നോക്രാറ്റുകളും എഡ്യൂക്കേഷണൽ എക്സ്പെർട്ട് ആയിട്ടുള്ളവരും വലിയ ബിസിനസ്മാനും ഒക്കെ രാജീവ് ചന്ദ്രശേഖരന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. അപ്പം തിരുവനന്തപുരത്ത് എന്താണ്ട് ഏത് തരത്തിലായാലും BJP കോൺഗ്രസ് പോരാട്ടം വളരെ ശക്തമായി അടുത്തടുത്ത് വന്ന് വളരെ നാരോ ആയിട്ടുള്ള മാർജിനിൽ നടക്കുന്ന ഒരു മത്സരത്തിൽ ആര് വിജയിക്കുക എന്ന് പൂർണ്ണമായി പറയുക നമുക്ക് ഇപ്പോഴും അസാധ്യമാണ്. തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിതി കുറച്ചുകൂടി സങ്കീർണമാണ്. കാരണം അവിടെ വളരെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്കാണ് പോയത്. കാരണം അവിടെ സുനിൽകുമാറും മുരളീധരനും സുരേഷ് ഗോപിയും ഒപ്പത്തിനൊപ്പം മത്സരത്ത് ഇഞ്ചോടിഞ്ച് മത്സര രംഗത്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അവിടെ ആര് നേട്ടം ഉണ്ടാക്കുക എന്ന് പറയാൻ സാധ്യമല്ലാത്ത തരത്തിലാണ്. അവസാനം ഇപ്പം സുരേഷ് ഗോപി CPM-മായി ചേർന്ന് BJP ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു എന്നാണ് മുരളീധരൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. അത് നൽകുന്ന ഒരു സൂചന ഒരുപക്ഷെ സുരേഷ് ഗോപി വിജയിച്ചേക്കാം എന്ന് മുരളീധരൻ പോലും കരുതുന്നു എന്നുള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം ഒരുപക്ഷെ ധൈര്യപൂർവ്വം പറയാൻ മുരളീധരൻ മുതിർന്നു എന്ന് വരില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, BJP CPM ഡീൽ എന്ന് പറയുമ്പോൾ മൈനോറിറ്റി വോട്ടുകളൊക്കെ തങ്ങളുടെ പോക്കറ്റിലാക്കുക എന്നൊരു ലക്ഷ്യം കൂടി മുരളീധരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അത് എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് അതിനു മുമ്പ് തന്നെ അദ്ദേഹം മറ്റു തരത്തിലുള്ള ചില പ്രസ്ഥാനങ്ങൾ നടത്തി എന്നുള്ളത് വളരെ രസകരമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ പരിചയസമ്പത്തും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും കോൺഗ്രസിന്റെ രക്ഷകനായി മാറിയിട്ടുള്ള മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്ത് സംഭവിക്കും എന്നിരുന്ന് കാത്തിരുന്ന് കാണുക തന്നെ. അവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം നേട്ടം കൊയ്യാനുള്ള സാധ്യതയും നമ്മൾ കാണുകയാണ്. കേരളത്തിന്റെ മണ്ണിൽ ഒരു കാര്യം ഉറപ്പാണ്, ഏതായാലും 20% വോട്ടുകൾ നേടുക എന്ന് BJP ഔദ്യോഗികമായി പറയുന്നുണ്ടെങ്കിലും കഴിഞ്ഞ തവണത്തേക്കാൾ നില മെച്ചപ്പെടുത്തും BJP എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. പല മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മറിയുന്നതിന്റെ അടിസ്ഥാനപരമായ വസ്തുത BJP സ്ഥിരമായി അവരുടെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കേരളത്തിൽ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. പല മണ്ഡലങ്ങളിലും അവർ 10%, 15%, 20% അടുത്തേക്ക് എത്തുന്നു എന്ന് പറയുന്ന ഒരു നേരത്തെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്കറിയാം 3%, 5%, 4%, 6% ആയിരുന്നു പല സ്ഥലത്തും BJP നേടിയിരുന്ന വോട്ട് എങ്കിൽ ഇപ്പോൾ അത് 15%, 20%-മായി പല മണ്ഡലങ്ങളിലും മാറുന്നു. അപ്പൊ എല്ലാ മണ്ഡലങ്ങളിലും എത്തിയില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പല മണ്ഡലങ്ങളിലും ഇത്തവണ 15%-ലധികം വോട്ടുകൾ BJP നേടാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കാണുന്നു എന്നുള്ളതാണ്. അത് ഏതാണ്ട് ഏറെക്കുറെ ആ വിലയിരുത്തൽ ശരിയാണ്. എന്നാൽ
20% സീറ്റുകൾ കിട്ടുക. തീർച്ചയായിട്ടും അതാത് പാർട്ടികളിൽപ്പെട്ടവർ, പ്രത്യേകിച്ച് BJP പറയുമോ ഒരിക്കലെങ്കിലും തങ്ങളുടെ വോട്ട് വിഹിതം കുറയുമെന്ന്. അപ്പൊ അവർ തീർച്ചയായിട്ടും എല്ലാ മണ്ഡലങ്ങളിലും തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന് തന്നെ പറയത്തുള്ളൂ. പക്ഷെ അത് ഇത്രയേറെ കൂടി എന്ന് അവർ അവകാശപ്പെടുന്നതുകൊണ്ട് BJP-യുമായ ഒരു ഡീല്, അല്ലെങ്കിൽ ഇടതുപക്ഷവുമായി BJP ഒരു ഡീൽ എത്തിയത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ ചില നീക്കുപോക്കുകൾ ചില മണ്ഡലങ്ങളിൽ അപൂർവം ചിലയിടത്ത് നടന്നിട്ടുണ്ടാകാം എന്ന് ഇപ്പം മുരളീധരൻ തന്നെ ആക്ഷേപം കോൺഗ്രസ് തന്നെ ഉന്നയിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം തെളിവുണ്ട് എന്നാണ് പറയുന്നത്. 2 മണ്ഡലങ്ങളിൽ അവർ അവിടെ ചില നീക്കുപോക്കുകൾ 2 പ്രദേശങ്ങൾ നടത്തിയിരുന്നു എന്ന് ഗുരുവായൂരും നാട്ടിയും ഒക്കെ CPM ഏതാണ്ട് BJP-യെ പിന്തുണയ്ക്കുന്ന തരത്തിൽ അതിന്റെ ഡാറ്റ, അതിന്റെ വിവരം തങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്നാണ് മുരളീധരൻ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം CPM ഏതെങ്കിലും തരത്തിൽ BJP-യെ സഹായിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും രാജീവ് ചന്ദ്രശേഖരൻ വിജയിച്ചു കയറുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ട. ഒരു കാര്യം ഉറപ്പാണ്, തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയും ഒരുപോലെ ജയിക്കുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം ആ ഡീൽ ഒരുപക്ഷെ രഹസ്യമായിട്ടുണ്ടായിരുന്നു എന്ന് CPM-നെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുകയും അത് തുറന്ന് സമ്മതിക്കേണ്ടതായിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഉണ്ടായി വന്നേക്കാം. പ്രത്യേകിച്ച് ഇതിനോടകം തന്നെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ. എന്നാൽ കേരളം മുഴുവൻ ആ ഡീൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അങ്ങനെ ഈ മാധ്യമങ്ങളും ഇത്രയേറെ വലിയ കോലാഹലവും തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള രഹസ്യ ഡീലുകൾ അങ്ങനെ പ്രാവർത്തികമാക്കാൻ പഴയതുപോലെ കഴിയുമോ എന്നുള്ളൊരു സംശയമുണ്ട്. കേഡർ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ജനങ്ങളിലൂടെ തന്നെയാണ് ഈ കമ്മ്യൂണിക്കേഷൻ എന്ന്, അല്ലെങ്കിൽ എല്ലാ ജനങ്ങളും ഈ വിവരം എത്തിച്ചു കൊടുക്കുക, അത് വോട്ടാക്കി മാറ്റുക. എത്ര കേഡർ സംവിധാനമാണെങ്കിലും ആ വിവരങ്ങളൊക്കെ ചോർന്നു പോകാൻ ഇപ്പോൾ സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പാർട്ടികൾ അങ്ങനെ വോട്ട് മറിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കണം. പിന്നെ ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ വഴി ചില പോക്കറ്റുകളിൽ കുറച്ച് വോട്ടുകളിലൊക്കെ മാറ്റം വരുത്തിയേക്കാമെങ്കിലും വലിയ തോതിൽ വോട്ട് മറിക്കുക വളരെ സാധ്യമാണ്. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ ഫലം വരുമ്പോൾ തീർച്ചയായിട്ടും ദൃശ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതിന് CPM വലിയ തരത്തിൽ മറുപടി പറയേണ്ടതായിട്ടും വരും. എന്തായാലും ഇപ്പോൾ നമ്മൾ ഏതാനും മണ്ഡലങ്ങൾ, ഒരുപക്ഷെ 1, 2, 3, 4 മണ്ഡലങ്ങൾ ഒഴിച്ചാൽ, ഇപ്പം വടകരയിൽ BJP കോൺഗ്രസ് ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണം വരുന്നുണ്ട് വടകരയെ സംബന്ധിച്ചിടത്തോളം. കാരണം അവിടെ ഏതെങ്കിലും തരത്തിൽ ഷാബി പറമ്പിൽ വിജയിക്കുകയാണെങ്കിൽ പാലക്കാട് അതൊരു BJP-ക്ക് ഒരു വലിയ അവസരമായി തെരഞ്ഞെടുപ്പിൽ വരും എന്നുള്ളത് കൊണ്ട് BJP അങ്ങനെ ഒരു ഡീൽ ഒരുപക്ഷെ അവിടെ ഉറപ്പിച്ചു. അപ്പൊ അതുകൊണ്ട് എല്ലാ സ്ഥലത്തും BJP CPM ഡീൽ എന്ന് പറയുന്നതിനോട് എനിക്ക് പൂർണ്ണമായും യോജിക്കാൻ കഴിയില്ല. എങ്കിലും പല സ്ഥലങ്ങളിലും അങ്ങ് മാറിയും മറിഞ്ഞും ചില ഡീലുകൾ അത് രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ വളരെ പ്രകടമാണ്. മുമ്പൊക്കെ തെരഞ്ഞെടുപ്പുകളിൽ നമുക്കറിയാം കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശക്തമായി മത്സരിക്കുകയും അവിടെ BJP ഒരു നിർണായകമായി വരികയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ട്രയാങ്കുലർ തെരഞ്ഞെടുപ്പ്, ഒരു ത്രികക്ഷി തെരഞ്ഞെടുപ്പാണ് അവിടെ ശക്തമായി നടക്കുന്നതെങ്കിൽ അവിടെ പലപ്പോഴും കോൺഗ്രസിന്റെയോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഏതെങ്കിലും ഒരു മുന്നണിയുടെ, അതായത് LDF-ന്റെയോ UDF-ന്റെയോ ഒരു കാൻഡിഡേറ്റ് വീക്ക് കാൻഡിഡേറ്റ് ആവുകയും മറിച്ചുള്ള വോട്ടുകൾ അങ്ങോട്ടേക്ക് മൊബിലൈസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു കാഴ്ച കേരളത്തിൽ കുറെ നാളുകളായി BJP രാഷ്ട്രീയത്തെ വിലക്കാൻ വേണ്ടി ഇരു മുന്നണികളും ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പുകൾ പ്രത്യേകിച്ച് മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ മീഡിയയും ഒക്കെ ഇത്ര ശക്തമായി നിൽക്കുന്ന ഈ സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിൽ ഇലക്ട്രിക് മീഡിയ അനുനിമിഷം നിങ്ങളുടെ പ്രൈവസിയെ പോലും ലംഘിച്ചുകൊണ്ട് എല്ലാ രംഗത്തേക്ക് കടന്നു കയറുന്ന ഈ സാഹചര്യത്തിൽ ഒരുപക്ഷെ പഴയതുപോലുള്ള ഡീലുകൾക്ക് പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഏതാണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അടിയൊഴുക്കുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട് എങ്കിലും ഇതുപോലെയുള്ള ഡീലുകൾക്ക് പ്രസക്തി ഇല്ല എന്നും അതൊക്കെ ജാതികളെയും ചില നേട്ടങ്ങളെയും മുന്നിൽ കണ്ടുകൊണ്ട് ചില വ്യക്തികളോ ഒക്കെ നടത്താൻ സംഘടനകൾ വഴി വിശാലമായ തരത്തിൽ, പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്ന സംഘടനകൾ വഴി അത്തരത്തിലുള്ള ഡീലുകൾക്ക് വളരെ വലിയ ലിമിറ്റേഷൻസ് ഉണ്ട്, പരിമിതികളുണ്ട് കേരളത്തിന്റെ സാഹചര്യത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തിരുവനന്തപുരത്തും തൃശ്ശൂരും ഒരുപോലെ BJP-ക്ക് വലിയ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ച് കയറാനാവുന്നുണ്ടെങ്കിൽ അതിന് മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസിനേക്കാൾ ഉപരി ഇടതുപക്ഷമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. അതാണ് ഏവരും കാത്തിരിക്കുന്നത്. എന്തായാലും BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ 2 പ്രദേശങ്ങൾ പൂർണ്ണമായും ജയിച്ചു കയറുമെന്നും 5 സ്ഥലങ്ങളിൽ ഇതുൾപ്പെടെ 5 സീറ്റുകളിൽ തങ്ങൾ വിജയിക്കും എന്നുള്ള അഭിപ്രായമാണ് പറയുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ ഉറപ്പായിട്ട് വിജയിച്ചു കയറുന്ന 5 സീറ്റുകളാണ് പറയുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിപക്ഷം സീറ്റുകളും അവർ വിജയിച്ചു കയറുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളുടെ ഒരു കണക്കൂട്ടലിൽ ഏകദേശം ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതുകൊണ്ട് പറയാം 10-17 സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുവാനുള്ള സാധ്യതയാണ് നമ്മളൊക്കെ വിലയിരുത്തപ്പെട്ടത്. എന്തായാലും 16-17 സീറ്റുകൾ കോൺഗ്രസ് കേരളത്തിൽ വിജയിച്ചു കയറാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കൽപ്പിക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്,
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ഭൂമിക കേരളത്തിൽ മാറുകയാണ്. BJP ഒരു വലിയ ശക്തിയായി തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തേക്ക് വരികയും അവരുടെ വോട്ടിംഗ് ശതമാനം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ നമ്മൾ കഴിയുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കേരളത്തിന്റെ ബൈപോളാർ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഭൂമിക അല്ലെങ്കിൽ ഇരുധ്രുവ മുന്നണി രാഷ്ട്രീയത്തിന് വളരെ വ്യത്യാസങ്ങൾ സംഭവിക്കുകയും പല മണ്ഡലങ്ങളും ഒരു ത്രിതല മുന്നണി രാഷ്ട്രീയത്തിലേക്ക് മത്സരം മാറുകയും ചെയ്യുന്ന ഒരു കാഴ്ചയായിരിക്കും വരും തെരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാനാവുക. ഒരു സീറ്റെങ്കിലും BJPക്ക് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പിൽ നേടാനായാൽ ഒരുപക്ഷെ അത് കേരള രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ ഭൂമികയെ മാറ്റിമറിക്കുന്ന ഒന്നായിരിക്കും ചരിത്രത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ജൂൺ 4 വരെ നമുക്ക് കാത്തിരിക്കാം.